ദിവ്യകാരുണ്യനാഥനെ അളവറ്റ് സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഇദ്ദേഹം. താൻ തിരിച്ചറിഞ്ഞ ദൈവകാരുണ്യം തൻ്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പങ്കുവെക്കുകയും ചെയ്യുന്നു ഇദ്ദേഹം. ഈശോയെ ഇപ്രകാരം സ്നേഹിച്ചാൽ ഈശോ നമുക്ക് എന്തോരം നമ്മുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധാലുവാണെന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്കായിട്ടുള്ള യാത്രയിൽ പല അപകടങ്ങളെയും പ്രതിബന്ധങ്ങളെയും പരിഹാസങ്ങളെയും എനിക്ക് തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്രകാരം പറയുവാണ്, നമുക്കെല്ലാം വിശുദ്ധരാകാൻ സാധിക്കും. എൻ്റെ ഉള്ളിൽ ഞാൻ അപ്പോൾ ഈശോയോട് ചോദിച്ചു, ഈശോ എനിക്കൊരു വിശുദ്ധനാകാൻ സാധിക്കുമോ? അപ്പോൾ ഉടനെ ഡോക്ടർ ജോൺ സാറ് എൻ്റെ മുഖത്തോട് നോക്കിക്കൊണ്ട് പറയുവാണ്, നമുക്കെല്ലാം വിശുദ്ധരാകാൻ സാധിക്കും അല്ലേ തങ്കച്ചൻ ചേട്ടാ? സന്തോഷത്താൽ ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, പറ്റും സാറേ. ഭവനത്തിലും സ്വജീവിതത്തിലും ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹസ്പർശം അനുഭവിച്ച ഒരു വ്യക്തിയാണ് തങ്കച്ചൻ ചേട്ടൻ. ആത്മീയവും ഭൗതികവുമായി നിരവധി അനുഗ്രഹങ്ങളാണ് ഈശോ ഈ ജീവിതത്തിൽ ചൊരിഞ്ഞത്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വഴി, പരിശുദ്ധ കുർബാനയിലേക്ക് അടുക്കുന്ന വഴി എൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ ചില അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് എനിക്ക് 2 മക്കളാണ്. മൂത്ത മോള്, രണ്ടാമത്തെ മകന്. അപ്പം മോളുടെ ഒരു 20 വയസ്സായപ്പം മുതൽ എൻ്റെ ജീവിത പങ്കാളി എന്നും എന്നോട് പറയുമായിരുന്നു, ഈ മോളുടെ കല്യാണം കഴിഞ്ഞ് എവിടെ വേണേലും വചനം പ്രഘോഷിക്കാൻ പോകും, മോളുടെ കല്യാണത്തിന് പ്രാധാന്യം കൊടുക്കണം. അത് കഴിഞ്ഞ് ചേട്ടായി എവിടെ വേണമെങ്കിലും വചനം പ്രഘോഷിക്കാൻ പൊക്കോളും എന്നോട് വാക്ക് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പെട്ടെന്നൊരു ആലോചന വന്നു. നമ്മൾക്കൊരു നല്ലൊരു കല്യാണാലോചന വന്നു. അന്നത്തെ കാലത്ത് ഏതാണ്ടും പൈസ അവർക്ക് സാമ്പത്തികമായിട്ട് സ്ത്രീധനം കൊടുക്കാനുള്ള പൈസ ഒരു ഉണ്ടായി. വീണ്ടും എനിക്ക് ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങളുള്ള പൈസ ഉണ്ടാകണം. സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ആ കാറ്ററിംഗുകാരോട് ചെന്ന് ഭക്ഷണത്തിൻ്റെ ക്രമീകരണം അവരോട് ആലോചിച്ചു. 400 പേർക്കുള്ള ഭക്ഷണം വേണം. അതുകൊണ്ട് ഒരു പ്ലേറ്റ് ഭക്ഷണത്തിന് എത്ര രൂപ ആകുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, തങ്കച്ചേട്ടാ 150 രൂപയുടെ ഭക്ഷണമുണ്ട്, 165 രൂപയുടെ ഭക്ഷണമുണ്ട്, തങ്കഞ്ഞാണ് ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ലാഭം 150 രൂപയുടെ പറയുവാണെങ്കിൽ 15 രൂപ വെച്ച് ലാഭം ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ 150 രൂപയുടെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ എൻ്റെ മക്കളോടും ജീവിത പങ്കാളിയോടും പറഞ്ഞു, 150 രൂപയുടെ ഭക്ഷണമാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 3 പേർക്കും അത് സ്വീകാര്യമല്ല. അവർ പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച അയലോക്കത്ത് നടത്തിയത് 165, നമുക്ക് 165 തന്നെ വേണം. അപ്പം ഞാൻ പറഞ്ഞു 150 എന്നാ കുഴപ്പം? അപ്പോൾ അവർ പറഞ്ഞ് 150 രൂപയുടെ ഭക്ഷണത്തിനകത്ത് ഐസ്ക്രീം കാണിയല്ല, അതുകൊണ്ട് ഐസ്ക്രീമുള്ള ഭക്ഷണം വേണം. ആ നിമിഷം ഞാൻ ഈശോയുടെ മുഖത്ത്, ഞാൻ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാറില്ല, ഈശോയുടെ മുഖത്തോട്ട് നോക്കുകയുള്ളൂ. ഞാൻ ഈശോയുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈശോയെ എൻ്റെ മക്കൾക്ക് ഐസ്ക്രീം വേണം. ആ നിമിഷം എന്നെ ഒരാൾ ഫോൺ വിളിക്കുവാണ്, തങ്കച്ചൻ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് കേറ്ററിംഗുകാർക്കാണ് ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ, ഭക്ഷണത്തിന് ഓർഡർ കൊടുക്കുന്നെങ്കിൽ ഐസ്ക്രീം മാത്രം പറയരുത്, അത് ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി, കർത്താവിൻ്റെ മനസ്സിലെ ആഗ്രഹം പോലും അറിഞ്ഞു. അപ്പോൾ ആ നിമിഷം തൊടുപുഴയിൽ നിന്ന് ഒരാൾ എനിക്ക് വേണ്ടി ഐസ്ക്രീം ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, 1-2 ഐസ്ക്രീമല്ല, 400 ഐസ്ക്രീമാണ്. 400 തങ്കച്ചൻ ചേട്ടാ, 1000 ഐസ്ക്രീമാണെങ്കിലും ഞങ്ങൾ അന്ന് തങ്കഞ്ഞാൻ്റെ വീട്ടിൽ വന്നിരിക്കും. തങ്കഞ്ഞാൻ്റെ ഒരു കാര്യം ചെയ്യണം, ഇനി ആ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തേ അവരെ വിളിച്ച് പറയണം, ആ 150 രൂപയുടെ ഭക്ഷണത്തിന് കൂടെ ഐസ്ക്രീം വെക്കരുതെന്ന് പറയണം. ആ നിമിഷം ഞാൻ വിളിച്ചപ്പോൾ അവിടുത്തെ ആളിനോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന കൊണ്ടുവരുന്ന കൂടെ ഐസ്ക്രീം മാത്രം വേണ്ട, അതെനിക്ക് വേറെ ആൾ സ്പോൺസർ ചെയ്തു. ആ നിമിഷം ആ മനുഷ്യൻ പറയുവാണ്, അങ്ങനെയാണെങ്കിൽ തങ്കച്ചൻ ചേട്ടാ 135 തന്നേ മതി. 150 രൂപയുടെ ഭക്ഷണത്തിന് ഐസ്ക്രീമിൻ്റെ കൂടെ കൂട്ടിയാണ് 150 രൂപ പറഞ്ഞത്. അങ്ങനെ കർത്താവ് എനിക്ക് അവിടെ വലിയൊരു അത്ഭുതം സംഭവിച്ചു. ഇതിനോടനുബന്ധിച്ച് എൻ്റെ കല്യാണത്തിൻ്റെ തന്നെ മറ്റൊരു കാര്യം, കല്യാണത്തിൻ്റെ തലേദിവസം ബോംബെയിൽ നിന്ന് ഒരാളെന്നെ ഫോൺ വിളിക്കുവാണ്. എൻ്റെ ബുക്ക് വായിച്ചിട്ടാണ് ഫോൺ വിളിക്കുന്നത്. തങ്കച്ചൻ ചേട്ടാ, എനിക്ക് തങ്കച്ചനോട് ഒരു 5 മിനിറ്റ് സംസാരിക്കണം, ഇച്ചിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു, ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ഇന്ന് ഒട്ടും സമയമില്ല, നാളെ എൻ്റെ മോളുടെ കല്യാണമാണ്, നാളെ കഴിഞ്ഞ് ഞാൻ താങ്കളെ അങ്ങോട്ട് വിളിച്ചോളാം. ഉടനെ ആ മനുഷ്യൻ എന്നോട് ചോദിക്കുവാണ്, തങ്കച്ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് പൈസ വല്ലതും ആയോ? ഞാൻ പറഞ്ഞു, പൈസയൊക്കെ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. ആ നിമിഷം ആ മനുഷ്യൻ എന്നോട് പറയുവാണ്, തങ്കച്ചൻ്റെ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ടൊന്ന് വിടാവോ? ഞാൻ ആ നിമിഷം ആ മനുഷ്യൻ്റെ ഫോണിലേക്ക് എൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. ആ മനുഷ്യൻ 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. പിറ്റേ ദിവസം കേറ്ററിംഗുകാർക്ക് കൊടുക്കാനുള്ള 10,000 രൂപയുടെ കുറവ് അവിടെ പരിഹരിക്കപ്പെട്ടു. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം, ആ മനുഷ്യൻ എന്നോട് പറയുവാണ്, തങ്കച്ചൻ ചേട്ടാ, എനിക്ക് ആകെപ്പാടെ ഒരു പാൻറ്റും ഒരു ഷർട്ടുമേ ഉള്ളൂ. അപ്പോൾ എന്നെ സഹായിച്ച മനുഷ്യൻ ഒരു പാൻറ്റും ഒരു ഷർട്ടുമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യന് ആ നിമിഷം ഒരു പരിചയമില്ലാതെ എൻ്റെ ആ ദൈവം ആ മനുഷ്യനൂടെ
എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഒരു വ്യക്തി എന്നെ കാണാൻ വന്നു. അദ്ദേഹം ഒരു വചനപ്രഘോഷകനും എഴുത്തുകാരനുമാണ്. അദ്ദേഹം എൻ്റെ വീട് കാണാൻ വന്നു. അദ്ദേഹം എൻ്റെ വീട്ടിലോട്ട് കയറിയിരുന്നു. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: കർത്താവേ, ഈ തങ്കച്ചൻ തുണ്ടിയിൽ എന്ന് പറഞ്ഞ വ്യക്തി വലിയൊരു സെറ്റപ്പുള്ള മനുഷ്യനാണെന്നാണ് ഞാൻ ഓർത്തത്. ഇതാണോ ഇദ്ദേഹത്തിൻ്റെ വീട്? നീ ഇദ്ദേഹത്തിൻ്റെ ഒരു വീട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ വീട്ടിലിരുന്ന് കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കുടുകൂടെ കണ്ണീര് ചാടി. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു സെറ്റപ്പില്ലാത്ത മനുഷ്യനാണെന്നുള്ളത്. എങ്കിലും ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് പോയി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട് ചെതൽ തിന്ന് ആ ഓടൊക്കെ പട്ടികയൊക്കെ ചെതൽ നിന്ന് പോകാറായിരിക്കുമായിരുന്നു. കുറേ ആൾക്കാർ കൂടി ആ പെര പുതുക്കി പണിയാൻ പ്ലാനിട്ടു. 1,85,000 രൂപ സമാഹരിച്ച് ആ പെര പുതിയതായിട്ട് പണിയാൻ പ്ലാൻ ഇട്ടിരിക്കുമ്പോൾ ഉടമൂരിൽ നിന്ന് ഒരു പാർട്ടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളും കൂടെ സഹായിക്കാൻ തങ്കച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട് കാണാൻ വന്നു. എൻ്റെ വീട് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, തങ്കച്ചൻ ചേട്ടനെ പോലൊക്കെ ഒരു ശുശ്രൂഷകൻ ഇപ്രകാരം പഴയ പെര പുതുക്കാനുള്ളവനല്ല, തങ്കച്ചനൊരു പുതിയ പെര പണിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഇത്രയേ ഉള്ളൂ. ആ നിമിഷം അദ്ദേഹം ബൈബിൾ തുറന്നു. ബൈബിളിൽ നിന്ന് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായത്തിലങ്ങോട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു വചനം വായിച്ചു. താർശീഷിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട്. ആ കപ്പലിൽ സ്വർണവും വെള്ളിയും ഉണ്ട്. തങ്കച്ചേട്ടാ, കപ്പൽ സാധാരണ രീതിയിൽ സ്പീഡിൽ വരികയല്ല, വളരെ സാവകാശമോ വരുവുള്ളൂ. തങ്കച്ചൻ നീ കാശ് ഉപയോഗിച്ച് ഒരു പെരയ്ക്ക് തറ കെട്ടിയിടുക, ബാക്കി ആൾക്കാർ സഹകരിച്ച് ചെയ്തുകൊള്ളും. ഞാനങ്ങനെ പ്ലാൻ ഇട്ടു. ഇദ്ദേഹം അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. പിറ്റേ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്കച്ചേട്ടാ, ഉഴവൂർ ഭാഗത്ത് തങ്കഞ്ഞാണ് ഞാനൊരു 10 സെൻറ്റ് സ്ഥലം സൗജന്യമായിട്ട് തരുവാണെങ്കിൽ ആ സ്ഥലത്ത് തങ്കഞ്ഞാണ് പെര വെക്കാമെന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഉഴവൂർ ഭാഗത്ത് 10 സെൻറ്റ് സ്ഥലം എനിക്ക് സൗജന്യമായിട്ട് എഴുതി തന്നു. അവിടെ ഒരു പെര വെക്കാനുള്ള പ്ലാനിലാണ്. അവർ പറഞ്ഞ വചനം അനുസരിച്ച് താർശീസിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട്. ആ കപ്പലിൽ സ്വർണവും വെള്ളിയുമുണ്ട്. കപ്പൽ ഇവിടെ പുറപ്പെട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ആ വീടിൻ്റെ പണിയും ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഒത്തിരിയേറെ സാമ്പത്തിക മേഖല പ്രതിസന്ധികളെ കടന്നു പോകുമ്പോൾ എൻ്റെ ബുക്ക് ഒരു 30-ഓളം പുസ്തകങ്ങൾ എഴുതിയെങ്കിലും പലപ്പോഴും പൈസ കൈ വെക്കാതെയാണ് ഈ പുസ്തകങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്ത് എടുക്കുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും അത്ഭുതപരമായിട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന എൻ്റെ പുസ്തകം വിതരണം ആയിട്ട് പ്രിൻ്റ് ചെയ്ത് പിറ്റേ ദിവസം എടുക്കേണ്ട സമയമായി. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെയുള്ള അവസരത്തിൽ വലിയൊരു കടബാധ്യതയിൽപ്പെട്ട ഒരു മനുഷ്യൻ എന്നെ കണ്ട് പരിചയപ്പെടാനായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് വചനപ്രവർത്തനത്തിന് പോകുമ്പോൾ കണ്ട് പരിചയപ്പെടാനായിട്ട് വന്നു. തങ്കച്ചൻ ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന പള്ളിയിലാണ് കിടക്കുന്നത്. തങ്കച്ചൻ ചേട്ടൻ ഞാൻ ആ പള്ളിയിൽ കൊണ്ട് വിടുവാണെങ്കിൽ പ്രസംഗം കഴിഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് വരാമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്, തങ്കച്ചൻ ചേട്ടാ, തങ്കച്ചൻ ചേട്ടൻ്റെ ഒരു പുസ്തകം ഞാൻ സ്പോൺസർ ചെയ്തോട്ടെ? എൻ്റെ സന്തോഷത്തിന് അതിലില്ലായിരുന്നു. പിറ്റേ ദിവസം 30,000 രൂപ വേണം എനിക്ക് കാഞ്ഞിരപ്പള്ളി വിമല ബുക്ക് ഹൗസിൽ നിന്ന് ആ പുസ്തകം മേടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു സ്പോൺസർ ചെയ്തോളാം പറഞ്ഞു. ഇദ്ദേഹം 30,000 രൂപ മുടക്കി. ഇദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് തന്നെ വളരെയേറെ കടബാധ്യതയുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ പണയം വെച്ച് ആ പൈസയുമായിട്ട് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ പോയി ചെന്ന് ആ ബുക്ക് എടുത്ത് ആ ബുക്കുകൾ മൊത്തം സൗജന്യമായിട്ടാണ് പോയത്. ഇപ്രകാരം 69 പതിപ്പുകൾ ആ പുസ്തകം പ്രചരിപ്പിച്ചപ്പോഴും ഇത് കൂടുതലും സൗജന്യമായിട്ടാണ് പോകുന്നത്. ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നു, അവരുടെ ഒരു നിയോഗാർത്ഥം പരിശുദ്ധ കുർബാന പ്രചരിപ്പിക്കാനായിട്ട് അങ്ങനെ വിതരണം ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുദിനം ഇടപെടുന്നത് എന്നും ഓരോ ദിവസവും അനുഭവിച്ചറിയാൻ കഴിയുന്നതെന്ന് മാത്രമല്ല, ഒരു വചനം എപ്പോഴും എന്നെ ഓർക്കുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മത്തായി 6:33. ശരിക്കും നമ്മളുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ശരിക്ക് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പെര അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച് മുന്നേറി കഴിയുമ്പോഴും ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ളതിന് 100 കണക്കിന് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബലിയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നാഥൻ ശ്രവിക്കും എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നേടാൻ ബലിയർപ്പണം മതിയെന്ന് ഇദ്ദേഹം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈശോയോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ
കട്ടപ്പനയിൽ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ കൺവെൻഷനിൽ കൗൺസിലിങ്ങിനായിട്ട് ഞാൻ ചെന്നു. അപ്പോൾ ഒരു കൗൺസിലർ എൻ്റെ തലയെ കൈ വെച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളല്ലേ? ഞാൻ ഞെട്ടിപ്പോയി. എനിക്കും ഈശോയ്ക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ഇദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞേ? ഞാൻ പറഞ്ഞു അതെ. വീണ്ടും അദ്ദേഹം ചോദിക്കുവാണ്, ചേട്ടനൊരു വൈദികനാകാനായിട്ട് ആഗ്രഹിച്ചു അല്ലേ? ഞാൻ വീണ്ടും ഒന്നും കൂടെ ഞെട്ടിപ്പോയി. മൂന്നാമത് അദ്ദേഹം ചോദിക്കുവാണ്, ചേട്ടനൊരു വിശുദ്ധനാകണമെന്നാണ് ആഗ്രഹമല്ലേ? ഞാൻ ഓർത്ത്, കർത്താവേ, എനിക്കും ഈശോയ്ക്കും അറിയാവുന്ന ഈ കാര്യം ഇദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി? ഞാൻ അവിടെ വെച്ച് ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്കും ഇതുപോണക്കൊരു കൗൺസിലറാകണം. മറ്റുള്ളവരോട് ഇപ്രകാരം മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കൗൺസിലറാകണം. അന്ന് ഈ പ്രോഗ്രാമൊക്കെ കൺവെൻഷനൊക്കെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ജീവജാല എന്ന് പറഞ്ഞൊരു മാസിക കിടക്കുന്നു. ആ മാസികയിൽ ഇപ്പോൾ ഇപ്രകാരം ഒരു പരസ്യം, കൗൺസിലിംഗ് കോഴ്സിലേക്ക് സ്വാഗതം, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് സീറ്റുള്ളത്. ഞാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞാണ് എനിക്ക് മണ്ടത്തരം മനസ്സിലായത്. അവിടെ ചെന്നിരിക്കുന്ന ആൾക്കാരിൽ 49 പേരും കൗൺസിലേഴ്സാണ്. കൗൺസിലിംഗ് നടത്തുന്നവരും വചനം പ്രഘോഷിക്കുന്നവരുമാണ്. ഞാൻ മാത്രം ഒന്നും അറിയത്തില്ലാത്ത ഒരു വ്യക്തി അവിടെ ചെന്ന്. അതെനിക്ക് മനസ്സിലായത് ഓരോരുത്തർ പരിചയപ്പെടുത്തിയപ്പോഴാണ്. ഓരോരുത്തർ വന്ന സ്ഥലം, അവർ ചെയ്യുന്ന ശുശ്രൂഷ, അവരുടെ ശുശ്രൂഷ മേഖലകൾ എല്ലാം വിശദീകരിച്ച് പറയണം. ഓരോരുത്തരും ഏറ്റു പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, ഞാൻ ചിറ്റൂർ ധ്യാന സെൻ്ററിൽ 10 വർഷമായിട്ട് വചനം പറയുന്നു, കൗൺസിലിംഗ് നടത്തുന്നു. ഒരാൾ പറയുന്നു, ഞാൻ പോട്ട ധ്യാന സെൻ്ററിൽ 5 വർഷമായിട്ട് വചനം പറയുന്നു, കൗൺസിലിംഗ് നടത്തുന്നു. മറ്റൊരാൾ പറയുന്നു, ഞാൻ ഡിവൈൻ ധ്യാന സെൻ്ററിൽ 5 വർഷമായിട്ട് വചനം പറയുന്നു, കൗൺസിലിംഗ് നടത്തുന്നു. 49 പേരും പറഞ്ഞു, 49 പേരും വചനപ്രഘോഷകരും കൗൺസിലേഴ്സുമാണ്, സഭയുടെ സർട്ടിഫിക്കറ്റിനായിട്ട് ചെന്നതായിരുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ പുറകോട്ട് മാറി നിന്നു. ഞാൻ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ ചേട്ടൻ പരിചയപ്പെടുത്തിയില്ല, ആ ചേട്ടനെ കൊണ്ടുകൂടെ പരിചയപ്പെടുത്തിക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്നു. നമ്മൾ ഈ പരിചയപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഇരിക്കുന്ന ബാക്കി 49 പേരും നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു 10 ചോദ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചോദിക്കും. ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോഴേ ഒരാൾ ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്നാ? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് തങ്കച്ചൻ തുണ്ടിയിൽ നിന്നാണ്. അടുത്തയാളുടെ ചോദ്യം, ചേട്ടൻ എന്നാ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ തെങ്ങേ കയറുന്നു. മൂന്നാമത്തെ ചോദ്യം, എത്ര നാളായി ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട്? അപ്പം ഞാൻ ഓർത്ത് തെങ്ങ് കയറ്റത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണെന്ന് ഓർത്താണ് ഞാൻ പറഞ്ഞു, 20 വർഷമായി ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നു. അടുത്തയാളുടെ ചോദ്യം, എവിടെയൊക്കെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ഞാനുള്ളത് പറഞ്ഞു, എൻ്റെ നാട്ടിലും ചെയ്യും, കിട്ടുന്നിടത്തെല്ലാം ഞാൻ ചെയ്യും. അടുത്തയാളുടെ ചോദ്യം, എന്നും ശുശ്രൂഷയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാ ദിവസവും ശുശ്രൂഷയാണ്. ഉടനെ ആ സമൂഹത്തിരുന്ന ആൾക്കാർ പറയുവാണ്, ആ ചേട്ടൻ അവിടെ ഇരുന്നോട്ടെ, ആ ചേട്ടൻ ഇനി ഒന്നും പറയണ്ട. ഏറ്റവും കുറവ് ചോദ്യങ്ങൾ ചോദിച്ച എന്നോടാണ്. 15 ദിവസത്തെ കോഴ്സാണ്. KST ചെയർമാൻ ഫാദർ പോൾ മുണ്ടോളിക്കൽ അച്ഛൻ ഡയറക്ടറായിരിക്കുന്ന സമയത്താണിത്. അപ്പോൾ 15ാമത്തെ ദിവസം അച്ഛൻ പറയുവാണ്, നിങ്ങൾ വന്നിരിക്കുന്ന 50 പേർക്കും സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നോടൊന്നും സന്തോഷിച്ചിരിക്കേണ്ട. ദർശനങ്ങളിലൂടെ കൗൺസിലിംഗ് നടത്തുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളു, അല്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. എനിക്കൊത്തിരി സങ്കടം തോന്നി. കർത്താവേ, എനിക്ക് ദർശനങ്ങളൊന്നുമില്ല, ഞാനധികം കാര്യങ്ങൾ നോട്ടും കുറിച്ച് വെച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. 15 ദിവസത്തെ തെങ്ങേറ്റ പണിയും കളഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തിരിച്ചു പോകാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല. അന്ന് പരിശുദ്ധ കുർബാന മധ്യേ കരഞ്ഞുകൊണ്ട് ഞാൻ ഈശോയോട് പ്രകാരം പ്രാർത്ഥിച്ചു. പരിശുദ്ധ കുർബാന മധ്യേ 2 വായനകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ വായനയിലൂടെ സഭയിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്ന ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിനക്കെല്ലാം വെളിപ്പെടുത്തി തരും. എനിക്ക് ഈ വചനം കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി. ഞാൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. എന്താണ് പറയേണ്ടതെന്നോടത്തോട് നീ വിഷമിക്കേണ്ട, ആ സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ഈ വചനം പറഞ്ഞ് ഞാനൊരു ഹാളിലേക്ക് വന്നു. ആ ഹാളിലേക്ക് വന്നപ്പോൾ ആ ഹാളിൽ വെച്ചാണ് ടെസ്റ്റ് നടക്കുന്നത്. ആ ഹാളിൽ 50 കസേര വട്ടത്തിലിട്ടേക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ചിന്ത, തലേ ദിവസം അച്ഛൻ പറഞ്ഞ കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന. ദർശനങ്ങളിലൂടെ കൗൺസിലിംഗ് നടത്തുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ഞാൻ ഓർത്ത് ഒരു കാര്യം ചെയ്യാം. ആദ്യം എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ 50ാമതാണല്ലോ എന്നെ പരിചയപ്പെടുത്തിയത്. 50ാമത്തെ കസേരയെ ഞാൻ കയറിയിരിക്കുവാണെങ്കിൽ 49 പേരുടെ കൗൺസിലിംഗ് കേട്ടിട്ട് അതിൽ നിന്ന് കോപ്പി അടിച്ച് എനിക്ക് കൗൺസിലിംഗ് നടത്താമെന്ന് ചിന്തിച്ചുകൊണ്ട് 50ാമത്തെ കസേര ഞാൻ പോയിരുന്നു. അപ്പോഴെൻ്റെ മനസ്സിലേക്കൊരു ചിന്ത, എടാ മണ്ട, ഇവിടുന്ന് ആദ്യം വിളിച്ച് എന്നാ ചെയ്യും? വീണ്ടും ഞാൻ അങ്ങേ സൈഡിലെ കസേരയിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത, ഇവിടുന്ന് ആദ്യം വിളിച്ച് എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം, ഈ കസേര എണ്ണി നോക്കിയിട്ട് സൂക്ഷ നടുക്കത്തെ കസേര കയറിയിരിക്കാം. അവിടുന്ന് വിളിച്ചാലും 25ാമത്, ഇവിടുന്ന് വിളിച്ചാലും 25ാമത്. അങ്ങനെ ഞാൻ
സന്തോഷിച്ച് ഒരു സംതൃപ്തിയോടുകൂടി ആ കസേര ഇരിക്കുന്ന സമയത്ത് ആ ഹാളിലേക്ക് ഒരാൾ വന്നിട്ട് അറിയിച്ചു, നമ്മൾ ഉടനെ കാപ്പി കുടിക്കുവാണ്. കാപ്പി കുടിക്ക് ശേഷം കൗൺസിലിംഗ് ടെസ്റ്റ് തുടങ്ങുവാണ്. പെട്ടെന്ന് എല്ലാവരും കാപ്പി കുടിക്കാൻ വരിക. ഞാൻ നോക്കുമ്പോൾ 49 പേരും കാപ്പി കുടിക്കാണ്ട് പാത്രവും പിടിച്ചുകൊണ്ട് ക്യൂ ആണ്. ഞാൻ അവിടെ കാപ്പി കുടിക്കാൻ നിൽക്കണമെങ്കിൽ 50ാമത് പോയി നിൽക്കണം. 50ാമത് പോയി നിന്നാൽ എല്ലാവരും കാപ്പി കുടിച്ചിട്ട് ഈ നടുക്കത്തെ കസേര ആരെങ്കിലും കയറിയിരുന്നാൽ എൻ്റെ പദ്ധതികൾ പാളും. അപ്പോൾ ഞാൻ കാപ്പി കുടിക്കണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ആ നടുക്കത്തെ കസേര തന്നെ ഇരിക്കുമ്പോൾ ഹാളിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, തങ്കച്ചൻ ചേട്ടൻ കാപ്പി കുടിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ കാപ്പി കുടിക്കുന്നില്ല, ഞാനിന്ന് ഉപവാസമാണ്. കുളത്തുവയൽ ടീമാണ് അന്ന് കൗൺസിലിംഗ് ടെസ്റ്റ് നടത്താൻ വരുന്നത്. ജോസ് കാപ്പൻ എന്ന് പറയുന്ന വ്യക്തി നല്ല ദർശനമുള്ള മനുഷ്യനാണ്. അദ്ദേഹം കണ്ണ് തുറന്നിരിക്കുമ്പോൾ ദർശനം കിട്ടുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ വന്ന് എല്ലാവരുടെയും മുഖത്തോട്ട് മാറി മാറി നോക്കി. സൂക്ഷം 25ാമത്തെ കസേരയിൽ ഏറ്റവും നടുക്കിരിക്കുന്ന കസേരയിലിരിക്കുന്ന എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, താനിങ്ങ് ഏറ്റുവരാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ചെറിയൊരു ബുദ്ധി പ്രയോഗിച്ചു. എൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടനെ വിളിക്കുന്നു, ചേട്ടനങ്ങ് ഏറ്റിയെല്ലാം പറഞ്ഞു. ആ നിമിഷം ബ്രദർ പറയുവാണ്, അയാളെ അല്ലടോ തന്നെ വിളിച്ച് താനിങ് ഏറ്റിയെല്ലാം പറഞ്ഞു. ആ നിമിഷം ഞാൻ അവിടെ ഏറ്റി ചെന്നു. ഞാൻ ഈശോയായിട്ടൊരു വാക്കുണ്ട്. ഞാനും ഈശോയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനമാണ്, ഇനിമേൽ നിങ്ങൾ ദാസന്മാരല്ല സ്നേഹിതരാണ്. ഈശോയായിട്ടൊരു കൂട്ടുകാരൻ എന്നുള്ള നിലയിലൊരു ബന്ധം എനിക്കുണ്ട്. ഞാൻ ചോദിച്ചു, ഈശോയെ നമ്മൾ കൂട്ടുകാരല്ലേ? നീ രാവിലെ പള്ളിയിൽ വെച്ച് എന്നോട് പറഞ്ഞായിരുന്നല്ലോ, എന്താണ് പറയേണ്ടതെന്ന് ഓർത്തുകൊണ്ട് നീ വിഷമിക്കണ്ട. ആ നിമിഷം പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് അവിടുന്ന് പറഞ്ഞിരുന്നല്ലോ. ഈശോയെ, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ചു, നീ എന്നോട് ക്ഷമിക്കണം. നീ ആ രാവിലെ ആ പരിശുദ്ധ കുർബാനയുടെ മധ്യേ പറഞ്ഞേ ആ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം നീ എന്നിലേക്ക് അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. ഇത്രയും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ നിമിഷം ഞാൻ നടുക്കോട്ട് ചെന്നു. അപ്പോൾ അദ്ദേഹം വേറെ ആളെയും കൂടെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി നീ ഇയാളെ കൗൺസിലിംഗ് നടത്താൻ പറഞ്ഞു. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എങ്ങനെയാണ് കൗൺസിലിംഗ് നടത്തേണ്ടത്? എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വരുവാണ്, ആദ്യം നീ ആ മനുഷ്യന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈശോയോട് ചോദിച്ചു, ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചു, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഉടനെ ഈശോ എൻ്റെ ഉള്ളിൽ പറയുവാണ്, ഇനി നീ ചോദിക്കുക, ആയിരിക്കുന്ന മനുഷ്യനോട് ചോദിക്കുക, ഈ ഫിലോ എന്ന് പറഞ്ഞ വ്യക്തി ഏതാണെന്ന് ചോദിക്കുക. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ ഈ ഫിലോ എന്ന് പറയുന്ന വ്യക്തി ഏതാ? അദ്ദേഹം അവിടെ നിന്ന് ഞെട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫിലോ എൻ്റെ അയലോക്കത്തുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ വീണ്ടും ഈശോയോട് പറഞ്ഞു, ഈശോയെ ഫിലോ ഇദ്ദേഹത്തിൻ്റെ അയലോക്കത്തുള്ള ഒരു സ്ത്രീയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇനി ഞാൻ ഇദ്ദേഹത്തോട് എന്താ ചോദിക്കണ്ടേ? ഉടനെ എൻ്റെ ഉള്ളിൽ നിന്ന് സ്വരം വരുവാണ്, ഇനി നീ ചോദിക്കുക, ഈ ഫിലോയും ചേട്ടനുമായിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുക. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഫിലോയും ചേട്ടനുമായിട്ട് എന്താ പ്രശ്നം? കൗൺസിലിംഗ് രഹസ്യമായതുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച ആ കാര്യം കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഏകദേശം 30ഓളം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് തങ്കച്ചൻ ചേട്ടൻ. തൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനം ദിവ്യകാരുണ്യത്തോട് ബന്ധപ്പെടുത്തി രൂപപ്പെടുത്തിയ 3 പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിലൂടെയും അനേകരെ ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്ക് നയിക്കാൻ തങ്കച്ചൻ തുണ്ടിയിൽ എന്ന ഈ വ്യക്തിക്ക് സാധിക്കുന്നു. ഞാൻ അനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ ഒരിക്കൽ തടഞ്ഞു നിർത്തി പറഞ്ഞു, ഇതിൻ്റെ രഹസ്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാൻ ഇവരോട് പങ്കുവെച്ചപ്പോൾ ഇവരോട് പറഞ്ഞു, തങ്കച്ചൻ ചേട്ടൻ തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഇങ്ങനെ ഒരു വിശുദ്ധനായി അല്ലെങ്കിൽ ഒരു സ്വർഗത്തിൽ ചെന്ന് കർത്താവെ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നേക്കാളും ഈശോയ്ക്കിഷ്ടം തങ്കച്ചൻ്റെ സമൂഹത്തിൽ ഇത് പങ്കുവെക്കണം, പല വ്യക്തികളുമായിട്ട് പങ്കുവെക്കണം, എന്നിട്ട് കർത്താവെ ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈശോയ്ക്കിഷ്ടം. അങ്ങനെയാണ് ഞാൻ വ്യക്തികളോട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കൊച്ചു കൊച്ചു സമൂഹങ്ങളിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്രതീക്ഷിതമായിട്ട് വലിയൊരു കൂട്ടായ്മയിൽ ഞാൻ ഇപ്രകാരം എൻ്റെ അനുഭവം പങ്കുവെക്കാൻ ചെന്നു. ആ കൂട്ടത്തിൽ വലിയ വലിയ സുവിശേഷ പ്രഘോഷകരൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നോടൊരു കാര്യം പറഞ്ഞു, തങ്കച്ചൻ ചേട്ടൻ ഒരു സുവിശേഷ പ്രഘോഷകനായി മാറും, തങ്കച്ചൻ ഇത് എല്ലായിടത്തും പ്രസംഗിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വചനം പ്രസംഗിക്കാൻ അറിയത്തില്ല. തങ്കച്ചൻ ഇപ്പം പറഞ്ഞ പോണക്ക് തന്നെ കാര്യങ്ങൾ അതേ പോണക്ക് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങി. അങ്ങനെ പല വ്യക്തികളുമായിട്ട് പല സമൂഹങ്ങളിൽ ചെന്നു. വലിയ വലിയ കൺവെൻഷനുകളിൽ
ദേവാലയങ്ങളൊക്കെ എനിക്ക് പ്രസംഗിക്കാൻ കർത്താവ് കൃപ തന്നു. അതിനുശേഷം ഈ ദിവികാരന അനുഭവം കേട്ട് പല വ്യക്തികളും എന്നോട് പറഞ്ഞു, തങ്കച്ചൻ ചേട്ടാ, തങ്കച്ചൻ്റെ പ്രസംഗങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യങ്ങളിലും എത്തണം. അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, തങ്കച്ചൻ ഇത് പുസ്തക രൂപത്തിൽ എഴുതണം. അങ്ങനെയാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്നുള്ള പുസ്തകം എഴുതാനായിട്ട് എനിക്ക് പ്രേരണ ലഭിച്ചത്. ഏതാനും 30ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും കൂടുതൽ പ്രചരിച്ച പുസ്തകം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്നുള്ള പുസ്തകമാണ്. 69 പതിപ്പുകൾ ഇപ്പോൾ തന്നെ നിലവിലത് പ്രചരിച്ചു. അതോടൊപ്പം തന്നെ 4 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ആ പുസ്തകം വായിച്ച് ഒത്തിരി ആൾക്കാർ, ഒത്തിരി ദൈവമക്കൾ പരിശുദ്ധ കുർബാനയായിട്ട് വിശ്വാസമില്ലായിരുന്ന ആൾക്കാർ പരിശുദ്ധ കുർബാനയിലേക്ക് അനുദിനം ഒരിക്കലും മുടങ്ങാതെയുള്ള വിശുദ്ധ കുർബാനയിലേക്ക് അടുക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എന്ന് മാത്രമല്ല, ഈ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ആൾക്കാർ തിടുക്കം കൂട്ടി. ആൾക്കാർ 10ഉം 50ഉം അല്ലെ 100ഉം ചിലപ്പോൾ ഒറ്റ പതിപ്പ് പുസ്തകങ്ങളൊക്കെ മേടിച്ചു. അത് പ്രിൻ്റ് ചെയ്തു, വിദേശങ്ങളിലേക്കൊക്കെ ഇത് എത്തി. അങ്ങനെ അക്രൈസ്തവയായ ഒരു യുവതി ഓസ്ട്രേലിയയിൽ ഈ പുസ്തകം വായിച്ച് ദൈവ അനുഭവത്തിലേക്ക് വന്നെന്ന് മാത്രമല്ല, അവർ അനുദിനം എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരുമായിട്ട് സംസാരിക്കുവാനായിട്ട് സാധിച്ചു. അവരുടെ നാട്ടിലും ഈ കുർബാന പ്രചരിപ്പിക്കാനായിട്ട് ഒത്തിരിയേറെ പൈസകൾ മുടക്കി ഈ വിശുദ്ധ കുർബാന സംബന്ധമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും അവരവിടെ പ്രചരിപ്പിച്ചു. അതോടൊപ്പം തന്നെ നമ്മളിൽ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന പലരും പരിശുദ്ധ കുർബാനയുടെ മൂല്യം അറിയാതെ പരിശുദ്ധ കുർബാനയിൽ ബന്ധമില്ലാതെ കഴിയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പള്ളിയിൽ പോകുകയില്ല, ബൈബിള് അച്ഛന്മാരെഴുതിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കുർബാന അച്ഛന്മാരുടെ ജീവിതമാർഗ്ഗമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിൽ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്നുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ പുസ്തകം കൊടുത്തിട്ട് ജീവിത പങ്കാളി പറഞ്ഞു, നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്, കുർബാനയ്ക്ക് ശക്തിയില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്, ഒരു 6ാം ക്ലാസ്സുകാരൻ എഴുതിയ പുസ്തകമാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞ് അദ്ദേഹം ഈ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഏതാണ്ടും ഈ പുസ്തകം ആ പുസ്തകം തന്നെ എഴുതിയത് 500ഓളം ജപമാലകൾ ചൊല്ലി അതിൽ നിന്ന് ശക്തി സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി സ്വീകരിച്ചാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകം അദ്ദേഹം വായിക്കാൻ തുടങ്ങിയ സമയത്ത് 10-15 പേജ് വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു. അപ്പം അദ്ദേഹം ഫോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആ ഫോൺ പെട്ടെന്ന് കട്ടായിപ്പോയി. അതിൻ്റെ ഒടുവിൽ എഴുതിയേക്കുന്ന നമ്പർ 76 എന്ന നമ്പറാണ്. അദ്ദേഹം സേവ് ചെയ്യാത്ത നമ്പറാണ്. അദ്ദേഹം ഇപ്രകാരം ഈശോയോട് അടയാളം ചോദിക്കുവാണ്, ഈശോയെ, ഈ പരിശുദ്ധ കുർബാന ശക്തിയില്ലാത്തതാണെന്ന് ഞാൻ വിശ്വസിച്ചു, ഞാൻ പറഞ്ഞു. അതോടൊപ്പം ബൈബിളും അച്ഛന്മാരെഴുതിയാന്ന് ഞാൻ പറഞ്ഞു. ഇത് വെറും ഒരു 6ാം ക്ലാസ്സുകാരൻ എഴുതിയ പുസ്തകമാണ്. ഈ 6ാം ക്ലാസ്സുകാരൻ എഴുതിയ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ അകത്ത് എന്തോ രഹസ്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവേ, നിന്നോട് ഞാനിപ്പോൾ ഒരു അടയാളം പറയാൻ പോവുക. എന്നെ ഇപ്പോൾ ഒരു മനുഷ്യൻ ഫോൺ വിളിച്ചു. ഞാൻ ഫോൺ എടുക്കാൻ ചെന്നപ്പോൾ ആ ഫോൺ കട്ടായിപ്പോയി. 76 എന്നാണ് അതിൻ്റെ ഒടുവിലത്തെ നമ്പർ. ഈ തങ്കച്ചൻ തുണ്ടിയിൽ എഴുതിയ കാര്യങ്ങൾ സത്യമാണെങ്കിൽ 76 പേജ് ഈ പുസ്തകത്തിന് ഞാൻ വായിക്കും. ഈ പുസ്തകത്തിൻ്റെ 76 പേജ് വായിച്ചു കഴിയുമ്പം ഈ 76 നമ്പറുകാരൻ എന്നെ തിരിച്ച് വിളിക്കുവാണെങ്കിൽ ഈ തങ്കച്ചൻ തുണ്ടിയിൽ എഴുതിയ പുസ്തകം ഞാൻ വിശ്വസിക്കാം, ഞാൻ കുർബാനയിൽ പങ്കെടുക്കാം. അടയാളം ചോദിച്ച് ഇദ്ദേഹം ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. 76ാമത്തെ പേജ് വായിക്കുകയും ആ 76ാമത്തെ നമ്പറുകാരൻ വിളിക്കുകയും കൂടെ ചെയ്ത് ഒരുമിച്ചായിരുന്നു. അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ ഒരു കാര്യം എന്നെ ഒത്തിരി സന്തോഷത്തിൽ ആനയിക്കൂ. ബ്രദർ എഴുതിയ എല്ലാ പുസ്തകങ്ങളും എനിക്ക് വേണം. അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാന പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി. പരിശുദ്ധ കുർബാനയുടെ പുസ്തകവും കൂടെ ബ്രദർ കുറേ കൊണ്ടുവരണം. ഒരു വണ്ടിക്കാണ്, ഞാനൊരു ടാക്സി വിളിച്ചാണ് ആ പുസ്തകമായിട്ട് ചെല്ലുന്നത്. അദ്ദേഹം ഒരു ദീപികാരണ ഭക്തനായി മാറി എന്നുള്ളത് എനിക്കേറെ സന്തോഷകരമാണ്.